ഒരു 2 ദിവസം ഉറക്കൊഴിഞ്ഞ എങ്ങനെ ഇരിക്കും? ദേ അതാണ് എൻ്റെ മുഖത്ത് ഈ കാണുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഇവക്ക് കിടന്നുറങ്ങിക്കൂടെ? പക്ഷെ ഉറങ്ങിയാൽ എങ്ങനെ ശരിയാവും? നമുക്ക് നാട്ടിൽ പോണ്ടേ? അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ നാട്ടിൽ പോക്ക് വ്ളോഗ്. ഈ ഒരു നാട്ടിൽ പോക്ക് പ്ലാൻ ചെയ്തതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. ആ വലിയൊരു സ്റ്റോറി നിങ്ങൾക്ക് വരുന്ന വ്ളോഗ്സിൽ കാണാം. അയ്യോ, ഇതൊക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ദേ സേവറിൻ്റെ മുന്നിലെത്തി. അതായത് നമ്മുടെ മടിവാളയുള്ള സേവറി. അങ്ങനെ നമ്മൾ രണ്ടും ബസ്സിൽ കയറിയിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസത്തെ ഉറക്കം ഉണ്ടായി തീർക്കാൻ അതും തീർത്ത് കണ്ണു തുറന്നപ്പോഴേക്കും ബസ് ദേ നിർത്തി ഒരു ഹോട്ടലിന് മുന്നിൽ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ ദേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് തിരിച്ച് ബസ്സിലേക്ക് കയറി. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ഗൈസ്. നമ്മളതേ പിക്ക് ചെയ്യാൻ നമ്മുടെ ഡാഡി കൂൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തുമുള്ള സന്തോഷമുണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. രാവിലെ ബസ് കയറിയപ്പോൾ തൊട്ട് വിളിച്ചോണ്ടെന്ന് ക്ഷീണിച്ച അമ്മയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ നീണ്ട 9 മണിക്കൂറിന് ശേഷം വീട്ടിലെത്തി ഗൈസ്. അപ്പം കാണാൻ അടുക്കളയിൽ ഒരു അവശബ്ദം. നോക്കിയപ്പോൾ ദാ അമ്മ എനിക്കും ചേച്ചിക്കും വേണ്ടി മാങ്ങ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദേ അതൊക്കെ കഴിച്ച് നമ്മൾ കുളിച്ചൊരുങ്ങി നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായി. അങ്ങനെ ദേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കണ്ട് ഞങ്ങൾ 2-3 ഡ്രസ്സ് സെലക്ട് ചെയ്ത് 2-3 ട്രൈ ചെയ്ത് അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത്. അങ്ങനെ എല്ലാം ഷടപടയെന്നായിരുന്നു, കാരണം ഓൾറെഡി സ്റ്റുഡിയോ അടക്കേണ്ട ടൈം ആയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പെർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് വിട്ടു. പക്ഷെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ നിന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു റൈഡ് അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയപ്പോൾ ദേ അപ്പുറത്തെ വീട്ടിലത്തെ അതിഥി വന്നേക്കുന്നു. അങ്ങനെ അവനും കളിപ്പിച്ചത് മിററിൻ്റെ മുന്നിൽ 2-3 ഷോ ഇട്ട് ഞാൻ ഉറങ്ങാൻ പോന്നു ഗൈസ്. കാരണം നാളെ ഒരു അടിപൊളി ട്രിപ്പ് പോകാനുണ്ട്. അപ്പം എങ്ങനെ അടുത്ത വീഡിയോ കാണുമല്ലേ? ടാറ്റ ബൈ ബൈ ഉമ്മ.